അൻവർ ഒരു ഘടകമാകുമോ നിലമ്പൂരിൽ എന്നുള്ളതാണ് ചോദ്യം. അൻവർ കണക്കുകളിൽ ഒരു ഘടകമാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അൻവർ രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഘടകമാകും, അത് കേരള രാഷ്ട്രീയത്തിന്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതിൽ എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കണക്കുകളിൽ എങ്ങനെയാണ് അൻവർ ഘടകമാകുന്നത്? നമ്മുടെ മുന്നിൽ 2019 മുതലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ കണക്കിൽ പരിശോധിക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നിലമ്പൂർ മണ്ഡലത്തിലെ ലീഡ് എന്ന് പറയുന്നത് 61,660 ആണ്. 2020 കേരളം ഒന്നാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗം ആഞ്ഞു വീശുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ UDF ആയിരുന്നു അന്ന് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കേവലമായ ഭൂരിപക്ഷമാണ്. 784 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ബാക്കിയുള്ള 7 പഞ്ചായത്തുകളും UDF സമ്മാനിച്ചത്. 784 വോട്ട്. 2024 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അത് 56,363 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത്. 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് 65,137 വോട്ടിൻ്റെ ലീഡ് UDF കൊടുക്കുന്നുണ്ട്. അതായത് ലോക്സഭയാവട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പാവട്ടെ തുടർച്ചയായി UDF ലീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ 2016 2021 യഥാക്രമം 11,000 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് PV അൻവറിലൂടെ LDF കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LDF ആകെ വിജയിച്ച് കയറിയ 2 തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നമ്മൾ കുഞ്ഞാലിയുടെ കാലമൊക്കെ വിട്ടാൽ, ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലം വിട്ടാൽ, പിന്നീട് ഈ മണ്ഡലത്തിൽ ആകെ LDF വിജയിപ്പിക്കാൻ സാധിച്ച വോട്ട് ബാങ്ക് PV അൻവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വോട്ട് ബാങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണക്കിൽ PV അൻവർ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലാണ് നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു പഠനം വേണ്ടത്. SDP വോട്ടുകൾ നിലവിൽ PV അൻവറിന് കിട്ടുമോ? SDP സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കാത്ത പക്ഷം ആ വോട്ടുകൾ PV അൻവറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ജമാഅത്തയുടെ വോട്ടുകൾ PV അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താ? നേരത്തെ സംഘീവൽക്കരണത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാടടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ PV അൻവറിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയേക്കാം. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എത്രത്തോളം പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതേപോലെ അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, വയനാടന്മാർ എന്ന് വിളിക്കുന്ന കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ ഒരു 2,000-2,500 ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ആ കണക്ക് വിശദീകരിച്ചതാണ്. ഏകദേശം ഒരു 10,000-നും 15,000-നും ഇടയിൽ വരെ വോട്ട് പിടിക്കാൻ PV അൻവറിന് സാധിച്ചാൽ പോലും അത് വലിയൊരു വോട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു സ്പോയിലർ വോട്ടാണ്. എങ്ങനെയാണോ പല ഘട്ടങ്ങളിലും അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസിൻ്റെ സാധ്യതയെ പരാജയപ്പെടുത്തുന്നത്, സമാനമായ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെയോ അതല്ലെങ്കിൽ സ്വരാജിൻ്റെയോ സാധ്യതയെ പരാജയപ്പെടുത്തുന്ന ഒരു സ്പോയിലറായിട്ടാണ് മാറുക. ഒരു കിങ് മേക്കർ അല്ല, ഒരു ഗ്രാൻഡ് സ്പോയിലറായിട്ട് PV അൻവർ അവിടെ മാറും. ഇതാണ് കണക്കിൽ അൻവർ ഘടകമാകുമോ എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം. എന്നാൽ കണക്കിനുമപ്പുറം അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഈ കണക്കുകൾ മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ. കണക്കുകൾ പറയുന്നതിനകത്ത് ഒരു സെഫോളജിസ്റ്റിൻ്റെ യുക്തിയേക്കാൾ PV അൻവർ ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ യുക്തിയാണ്. പലപ്പോഴും കച്ചവടവും രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയെ കഴുത്ത് ചിരിച്ചു കൊള്ളും എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയം നമ്മൾ കാണുന്നതില്ലേ? എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയം? അത് കച്ചവടത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പതിപ്പല്ലേ ഒരർത്ഥത്തിൽ അൻവർ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അൻവറിനെ നിങ്ങൾക്ക് ഒരു മതേതരവാദി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? നേരത്തെ സ്മൃതി സൂചിപ്പിച്ചല്ലോ, തൻ്റെ കുടുംബത്തിലെ അമുസ്ലിങ്ങളായിട്ടുള്ള സേവകരെക്കുറിച്ച് PV അൻവർ വാചാടോപമായി സംസാരിക്കുന്നുണ്ട്. എപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? 5 നേരം നിസ്കരിക്കുന്നതാണോ ഞാൻ ചെയ്ത കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട് PV അൻവർ. ആ ചോദിച്ചതിൻ്റെ അപകടം PV അൻവർ മണത്തു. തന്നെ ഒരു മതവാദിയായിട്ട് ചിത്രീകരിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. ആ ഘട്ടത്തിലാണ് തൻ്റെ കുടുംബത്തിലെ അമുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നത്. സമയാസമയങ്ങളിൽ യാഥാസ്ഥിതിക ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് വോട്ട് സ്വന്തമാക്കാനും അത് കഴിഞ്ഞാൽ പിന്നെ മതേതരവാദിയായി മാറാനും കഴിയുന്ന പ്രതിഭാസങ്ങൾ നമ്മുടെ നാട്ടിലേറെയുണ്ട്. PV അൻവറിൻ്റെ രാഷ്ട്രീയം മതേതരവാദമാണോ അതല്ല മതവാദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയതാണോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല, മലപ്പുറത്ത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനോട് ഒരു വലിയ എതിർപ്പ് അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. നിസ്കരിക്കുന്നതിന് മലപ്പുറത്തെ പാർട്ടി സഖാക്കൾക്ക് വിലക്കുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ വരുന്നു. അതിനെല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചടുക്കിയതല്ലേ? ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മതസ്വത്വവാദികൾ പോലും പറയാത്ത അപകടകരമായ ന്യൂനപക്ഷ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൗശലം പലപ്പോഴും PV അൻവർ കാട്ടാറുണ്ട്. അതൊരു മതവാദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ വാദം. അതുകൊണ്ട് അൻവറിന് തന്നെ സ്വയം
നിർവചിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു മതേതരവാദിയാണോ മതവാദിയാണോ? മതേതരവാദിയായിരിക്കുന്ന അൻവറിൽ നിന്ന് തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വരുന്നു. ഇന്നതുകൊണ്ടാണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ 2003 ഇറങ്ങിയ സിനിമ പാഠം എന്നൊരു വിലാപം ഇറങ്ങുന്നത് 2003 ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കണമെങ്കിൽ അത് യാഥാസ്ഥിതിക വിഭാഗത്തെ ചൊടിപ്പിക്കുന്നതാണ്. അതിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ്? അതൊരു മതത്തിനുള്ളിലുള്ള അനാചാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഒരു അതൊരു സാംസ്കാരിക നായകൻ അങ്ങനെ ഒരു സിനിമ എടുക്കണ്ടേ? ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്? അവിടെ എന്താണ് പി വി അൻവറിന്റെ നിലപാട്? ആ സിനിമയോട് പി വി അൻവറിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചുരുങ്ങിയ വർഷം 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് വിജയിച്ചു കയറിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ ദാ വരുന്നു സ്വരാജിനെതിരെ. എന്താണ് ശബരിമലയിൽ RSSന്റെയോ സംഘപരിവാറിൻ്റെയോ അതല്ലെങ്കിൽ അവിടെ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനെ വേണ്ടി ബാറ്റ് ചെയ്ത അന്നത്തെ ഹിന്ദുത്വവാദികൾ നടത്തിയിരിക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നുകൊണ്ടുള്ള പ്രചരണത്തിനല്ലേ പി വി അൻവർ തുടക്കമിട്ടിരിക്കുന്നത്? അതുകൊണ്ട് പി വി അൻവർ ഒരു മതവാദിയാണോ മതേതരവാദിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഡിലമ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിലമയുണ്ട്. എന്താണ് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം? പി വി അൻവർ പറഞ്ഞു തുടങ്ങിയ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നേ. പോലീസിലുള്ള സംഘവൽക്കരണം ഒരു വലിയ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള സംഘവൽക്കരണം ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന തരത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നൊരു ക്രിറ്റിസിസം എനിക്ക് ഉണ്ട്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംവിധാനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തലാണ്. അതാണോ പി വി അൻവർ പിൻപറ്റുന്നത്? കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കേരള സ്റ്റേറ്റിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അത് കേരള പോലീസിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് തെളിവായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ സ്വാഭാവികമായും വോട്ടർമാരുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കാൻ MLA-മാർക്ക് കഴിയുന്നില്ല. MLA-മാർക്ക് പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ പോലീസ് ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കണം? അല്ലെങ്കിൽ നിങ്ങൾ സെൽഭരണം എന്ന് പറയില്ലേ? പാർട്ടി നേതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഭരിക്കുക സാധ്യമാണോ? ഈ വാദം ഉന്നയിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ അപ്പോഴും പി വി അൻവറിനെ വിശ്വസിക്കാനുള്ള കാരണം, അഥവാ പി വി അൻവർ പറയുന്നതിൽ നമ്മൾ ചെവി കൊടുക്കാനുള്ള കാരണം, പോലീസിലുള്ള സംഘവൽക്കരണം, പോലീസിലുള്ള ക്രിമിനൽ വൽക്കരണം അതൊരു രാഷ്ട്രീയ വിഷയമായി ഇടതുപാളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പി വി അൻവർ ഉയർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നില്ലേ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം വന്നില്ലേ? സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുജിത് ദാസിനും MR അജിത് കുമാറിനുമെതിരെയൊക്കെ ആരോപണം വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അതൊക്കെ കേട്ടില്ലേ? സുജിത് ദാസിന് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തില്ലേ? അതിനുശേഷവും പിന്നീട് ആ ആയുധം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയും തിരിയുന്നു. പക്ഷേ എവിടെയാ തെളിവ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരുമ്പോൾ ഒരു തെളിവും ഹാജരാക്കാൻ കഴിയുന്നില്ല. നമ്പർ 2, നേരിട്ടത് പിതൃതുല്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ഒരു ദിവസം തള്ളിപ്പറയുകയാണ്. പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് 2 ആഴ്ച തികയും മുമ്പ് അതേ പി വി അൻവർ പറയുന്നു പിണറായിസമാണ് കേരള രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നു. 2 ആഴ്ച കൊണ്ട് പിതൃതുല്യൻ എങ്ങനെയാണ് പിണറായിസമായി മാറിയത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പിണറായിസമാണോ പി വി അൻവർ നേരിടുന്നത്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ സതീശനിസമാണോ? ഇന്ന് ആ പ്രയോഗവും ഇല്ല. ഇന്ന് പുതിയ പ്രയോഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പുതിയ പ്രയോഗമാണ് ഹിറ്റ്ലറിസം. കേരളത്തിലെ ഹിറ്റ്ലറിസമാണത്രേ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത് എന്ന് പറയുന്നത്. ഓരോ നേതാക്കൾക്കും അവരുടേതായ ശൈലിയും ശീലങ്ങളും നമ്മളൊരു വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അനർത്ഥങ്ങളും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ ഫൈറ്റ് ആരുമായിട്ടാണ്? പിണറായിസം എന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നു. പിണറായിസം എന്ന് പറയുന്ന ഒരു ആശയമേ നിലവിലില്ല. അത് തെളിയിക്കാൻ പി വി അൻവറിന് സാധിച്ചിട്ടില്ല, UDF സാധിച്ചിട്ടില്ല. പിണറായിക്ക് പിണറായിയുടേതായ ശൈലിയുണ്ട്. ആ സർക്കാരിനെ വിമർശിക്കാം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. സർക്കാരിൻ്റെ പോലീസിങ്ങിനെ കുറിച്ച് നമുക്ക് വിമർശിക്കാം, വനംവകുപ്പിനെ കുറിച്ച് വിമർശിക്കാം. പക്ഷേ പിണറായിസം എന്ന പേരിൽ ഒരു ടൈറ്റിലിട്ട് ഏതെങ്കിലും തരത്തിൽ നിർവചിക്കാവുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനമോ ഒരു ഏകാധിപത്യ സംവിധാനമോ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിർവചിക്കാൻ തെളിവുകൾ പോരാ എന്നതാണ് എൻ്റെ പക്ഷം. എന്നാലുണ്ട് പല എക്സാമ്പിൾസ് ആയിട്ട് പറയാം. താഹയുടെ കാര്യം പറയാം, പല എക്സാമ്പിളുകൾ. ആദിവാസി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നക്സലേറ്റ് വിഭാഗങ്ങളോട് പോലീസ് കാണിച്ച ക്രൂരതയെക്കുറിച്ച് നമുക്ക് പറയാം. അതൊന്നുമല്ലെന്നേ ഇവിടെ അൻവറിൻ്റെ വിഷയം മണൽക്കടത്തുമായിട്ട് പോകുന്ന സംഘങ്ങളെ പിടിക്കുന്നു, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരെ പിടിക്കുന്നു, അതിൽ നിന്ന് പൊട്ടിക്കൽ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരു തെളിവുമില്ലാതെയുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ ആരാണ് എതിരാളി എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഡിലമയിൽ നിൽക്കുന്നയാളെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതവാദിയോ മതേതരവാദിയോ ഉത്തരമില്ല. നിങ്ങൾക്ക് സതീശനിസമാണോ അഥവാ ഹിറ്റ്ലറിസമാണോ പിണറായിസമാണോ നിങ്ങളുടെ വലിയ ശത്രു? അതിനും ഉത്തരമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ
പി വി അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ അവനവനിസമാണ്, രാഷ്ട്രീയ അവസരവാദമാണ്. അൻവറിൻ്റേത് രാഷ്ട്രീയ അവനവനിസമാണ് എന്നാണ് ഞാൻ പറയുക. പിണറായി സത്തിനെതിരെ പോരാടാൻ ഇറങ്ങി ഒടുവിൽ അത് ആര്യാടൻ ഷൗക്കത്തിലേക്കും വി ഡി സതീശിലേക്കും ആ തോക്ക് മാറ്റിവെക്കുന്ന രീതി, ആ തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയ അവനവനിസമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. ഇത് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയില്ലാതെ പോകുന്നത്. വനനിയമത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ചു. വനനിയമം നടപ്പിലാക്കുന്നത് പ്രതിപക്ഷം പോലും അറിയാതെയാണ് വനനിയമം നടപ്പിലാക്കിയത് എന്നല്ലേ പറഞ്ഞത്. ഞാനൊരു ഭാഗം വായിക്കാം. 2025 ജനുവരി മാസം 15-ാം തീയതി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വെച്ചാണ് ഈ വാചകം പറയുന്നത്. ഈ വാചകത്തിൽ ഇതാണ് പറയുന്നത്: ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ടു കോട്ട് CM, ഇക്കാര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുകയാണ്. കർഷകർക്കും മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാരിൻ്റെ ലക്ഷ്യമല്ല. അൺകോട്ട് പിണറായി വിജയൻ, മുഖ്യമന്ത്രി. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വനനിയമം നടപ്പിലാക്കുന്നില്ല എന്ന് ജനുവരി 15-ാം തീയതി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വലിയ പ്രതിപക്ഷ ഒരു തരത്തിലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത 2013 തുടങ്ങി വെച്ചതിന് തുടർച്ചയാണ് എന്ന് തന്നെ പറയണം. 2013 തുടങ്ങിയതാ. സാങ്ച്വറികളിലോ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലോ തുടങ്ങിയതാ. അവിടുന്ന് തുടങ്ങിയതിന്റെ തുടർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വനനിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പച്ചക്കള്ളം പറയുകയല്ലേ ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയ അവനവനിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയില്ല, നിങ്ങൾ ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കും. ആ വൈകാരികമായ പ്രതികരണമല്ലേ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അത് ജനകീയനായ സ്ഥാനാർത്ഥിയെ വരാനുള്ള ഒരു സാധ്യതയായിരുന്നു, ഒരു പ്രചരണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. രണ്ടാമത്തത്, ഇന്നലെ കവളപ്പാറയിൽ സ്വരാജ് പോയില്ല എന്ന് പറഞ്ഞില്ലേ. ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ പി വി അൻവറിന് ആ വിഷയത്തിൽ? കവളപ്പാറയിൽ സ്വന്തം കുടയ്ക്ക് കീഴിലല്ലേ സ്വരാജ് പോയത്. ഇന്നിപ്പോൾ ഇതാ വനനിയമം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന പച്ചക്കള്ളം പറയുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് പി വി അൻവറിൻ്റെ കയ്യിൽ നിന്ന് പിഴച്ചു പോവുകയാണ്. ഓരോ വാക്കുകളായിട്ട് പിഴച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രീയ അവനവനിസത്തിൽ നിന്ന് പി വി അൻവർ പിൻവാങ്ങാതെ മുന്നോട്ട് പോവുക സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നത്, ഇത് കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവറിന് 10,000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തമായ രാഷ്ട്രീയത്തിനല്ല, അടിത്തറയില്ലാത്ത, ഒരുപക്ഷെ മതവാദത്തിൽ അധിഷ്ഠിതമായ, രാഷ്ട്രീയ അവനവനിസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കേവലം വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു വോട്ടായിട്ട് അത് മാറും എന്ന് ഞാൻ ഭയക്കുകയാണ്. ആ അർത്ഥത്തിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയം തികച്ചും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അൻവർ ഒരു പക്ഷേ ഫാക്ടറായേക്കാം. ഫാക്ടർ ആകുന്നത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. ഞാൻ ഒരു വാചകം കൂടി പറയാം. നമ്മൾ ഈ ചന്തക്കുന്നിൽ നടന്ന പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഈ പി വി അൻവർ പറയുന്നുണ്ട്, BJP-ക്കാർ പോലും പറയാത്തൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2026-ൽ 20 സീറ്റുകൾ BJP നേടും, 2031-ൽ BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് ഈ പി വി അൻവറാണ്. ഈ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്താണ് എന്നുള്ളത് വളരെ 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 കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് അൻവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അൻവറിൻ്റെ കച്ചവടവും രാഷ്ട്രീയവും തമ്മിൽ കൂടിച്ചേർന്ന് രാഷ്ട്രീയ അവനവനിസത്തിൻ്റെ ഒരു പാതയിലൂടെയാണ് പി വി അൻവർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ കേരളത്തിനൊട്ടും പിന്തുടരാൻ കഴിയുന്ന മാതൃകാപരമായൊരു രാഷ്ട്രീയമേ അല്ല. Meet the editors.